ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടൈമിങ്ങും അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആണ്. ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റി. ഓക്കെ, ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സേ ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2. അലോങ് വിത്ത് ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല, എന്തുകൂടെ കാണും? ഡേറ്റ. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻസിന്റെ സീക്വൻസും അതുപോലെ തന്നെ ഡേറ്റയും കൂടിയതാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് സൈക്കിളും അതുപോലെ തന്നെ എക്സിക്യൂഷൻ സൈക്കിളും കാണും. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ സബ് സൈക്കിൾസ് ആയിരിക്കും അതിന്റെ തന്നെ മൈക്രോ പ്രോഗ്രാം ഇൻവോക്ക് ചെയ്യുന്നത്. മൈക്രോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് കണ്ടെയ്ൻസ് എ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. ഇതിനകത്ത് സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് കാണും. മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിലോട്ട് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ മൂവ് ചെയ്യുന്നു. ദെൻ പ്രോഗ്രാം കൗണ്ടർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യാം. പിന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലുള്ള വാല്യൂ മൂവ് ചെയ്യുന്നു. അങ്ങനെ റീഡ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലുള്ള വാല്യൂ മൂവ് ചെയ്യുന്നു. അങ്ങനെ. ഓക്കെ, സോ ഈ മൈക്രോ പ്രോഗ്രാം എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? സോ റീഡ് ആണോ ചെയ്യേണ്ടത്, റൈറ്റ് ആണോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഡയറക്ട്ലി എക്സിക്യൂട്ടഡ് ഓൺ ദി ബേസ് മെഷീനിലായിരിക്കും ഈ കൺട്രോൾ സിഗ്നൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ എ പ്രോഗ്രാം ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ് യൂസിങ് കൺട്രോൾ യൂണിറ്റ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു കൺട്രോൾ യൂണിറ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി കൺട്രോൾ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടൈമിങ്ങും കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഡിസൈനിലേക്ക് പോവാം. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് 2 അപ്രോച്ചസ് ഉണ്ട്. ഹാർഡ്വയർഡ് അപ്രോച്ചും മൈക്രോ പ്രോഗ്രാംഡ് അപ്രോച്ചും. ഈ മൈക്രോ പ്രോഗ്രാംഡ് അപ്രോച്ചിനെ നമുക്ക് അഗൈൻ ഹൊറിസോണ്ടൽ പ്രോഗ്രാമിംഗ് എന്നും വെർട്ടിക്കൽ പ്രോഗ്രാമിംഗ് എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈമിംഗ് അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന കൺട്രോൾ സിഗ്നൽസ് അത് ഹാർഡ്വെയർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഹാർഡ്വെയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് എന്നാണ് പറയാ. ഇനിയിപ്പോ ഈ കൺട്രോൾ സിഗ്നൽസ് സോഫ്റ്റ്വെയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലോ അതിനെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. സോഫ്റ്റ്വെയർ വഴി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സീരീസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കൺട്രോൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. അതായത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തോട്ടുള്ള ഇൻപുട്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക്. ഒരു ക്ലോക്ക് ഇൻപുട്ട് ഉണ്ടായിരിക്കും വിച്ച് ജനറേറ്റ്സ്
ടൈമിംഗ് ജനറേറ്റർ കാണും. ഈ ക്ലോക്ക് ഒരു ടൈമിംഗ് ജനറേറ്ററിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതായിരിക്കും എന്ത് ചെയ്യുന്നത്, T1 T2 അപ് ടു TN അങ്ങനെ ക്ലോക്ക് സൈക്കിൾസ് അല്ലെങ്കിൽ T സ്റ്റേറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൺട്രോൾ യൂണിറ്റിലേക്കുള്ള ഒരു ഇൻപുട്ട് ആണ്. ഇത് ഈ പറയുന്ന ക്ലോക്ക് അല്ലെങ്കിൽ T സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻസ്ട്രക്ഷൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊരു ഡീകോഡറിലേക്കല്ലേ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത്. ഡീകോഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കൺട്രോൾ യൂണിറ്റിന് ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് I1 I2 എക്സെട്ര IN. അപ്പോ ഈ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ, ഈ ഡീകോഡറിലേക്ക് പാസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ വി വിൽ ഹാവ് എ സെറ്റ് ഓഫ് ഫ്ലാഗ്സ്. ചില ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ കൺട്രോൾ യൂണിറ്റ് ഔട്ട്പുട്ട് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് പറഞ്ഞത്. എന്താണ് കൺട്രോൾ യൂണിറ്റിലേക്കുള്ള ഇൻപുട്സ്, അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് നിന്ന് എങ്ങനെയാണ് ഔട്ട്പുട്ട്, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൺട്രോൾ യൂണിറ്റിന്റെ ഔട്ട്പുട്ട്. കൺട്രോൾ യൂണിറ്റിന്റെ ഔട്ട്പുട്ട് ഒബ്വിയസ്ലി കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹാർഡ് വയർഡ് അപ്രോച്ചും അതുപോലെ മൈക്രോ പ്രോഗ്രാംഡ് അപ്രോച്ചും പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളെ കൺട്രോൾ സിഗ്നൽസ് ഹാർഡ്വെയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടേബിൾ മെത്തേഡ് ആണ്. അതായത് കൺട്രോൾ യൂണിറ്റിന്റെ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടേബിൾ, ആ ടേബിളിന്റെ പേരാണ് സ്റ്റേറ്റ് ടേബിൾ. ഒരു സ്റ്റേറ്റ് ടേബിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ സ്റ്റേറ്റ് ടേബിൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ് ടേബിളിലെ റോസ് എന്ന് പറയുന്നത് T സ്റ്റേറ്റ്സ് ആയിരിക്കും. അതായത് T1 T2 അങ്ങനെ. ഓക്കെ, റോസ് എന്ന് പറയുന്നത് T സ്റ്റേറ്റ്സ് ആയിരിക്കും. കോളംസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. I1 I2 അങ്ങനെ IN വരെ. ഓക്കെ, ഇനി ഇതിലെ ഓരോ ഇന്റർസെക്ഷനും, T സ്റ്റേറ്റും ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, അതായത് ഓരോ സെല്ലും, ഇതിനകത്ത് വരുന്ന ഓരോ സെല്ലും ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഓരോ ഇന്റർസെക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കൺട്രോൾ സിഗ്നലിനെയാണ്. സപ്പോസ് ഒരു കൺട്രോൾ സിഗ്നൽ ഇവിടെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെക്കും. ഈ T1 ഇൻസ്ട്രക്ഷൻ 2 ആണ് വരുന്നതെങ്കിൽ ഞാൻ പറയാണ് വേറൊരു കൺട്രോൾ സിഗ്നൽ എനിക്ക് ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ഇന്റർസെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട് ഏത് കൺട്രോൾ സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യും. എങ്ങനെ, ഓരോ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും. കാര്യം ഇത് സിമ്പിൾ ആണ്. ചെറിയ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണെങ്കിൽ ദിസ് ഇസ് ഐഡിയലി സൂട്ടഡ്. പക്ഷേ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, സർക്യൂട്ടും വലുതായി തീരില്ലേ. സർക്യൂട്ട് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡും ആയിത്തീരും. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻസിനുള്ള ചാൻസസും ഉണ്ട്. ഇതൊക്കെ ഈ ഒരു സ്റ്റേറ്റ് ടേബിൾ മെത്തേഡിന്റെ ഡ്രോബാക്സ് ആണ്. സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് മെത്തേഡ് വരുന്നത്, വിച്ച് ഇസ് ഡിലേ എലമെന്റ് മെത്തേഡ്. ഇവിടെ കൺട്രോൾ യൂണിറ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ടിലെ ഓരോ സ്റ്റെപ്പും റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് കൺട്രോൾ സിഗ്നൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ എല്ലാ സ്റ്റെപ്സും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല്, അതായത് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ടഡ് ആയി അല്ലെ. ഈ കൺട്രോൾ സിഗ്നൽസ് എന്ത് ചെയ്യും, മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓരോന്നിനും എന്ത് വേണം, ഓരോ T സ്റ്റേറ്റ് വെച്ചിട്ട് വേണ്ടി വരും. ഓക്കെ, അതായത് ബിറ്റ്വീൻ എവ്രി 2 സ്റ്റെപ്സ് ഓഫ് ദി ഫ്ലോ ചാർട്ട്, ഈ ഫ്ലോ ചാർട്ടിനകത്ത് എല്ലാ 2 സ്റ്റെപ്പിനിടയ്ക്കും എന്തുണ്ടായിരിക്കും, ഒരു ഡിലേ എലമെന്റ് ഉണ്ടായിരിക്കും. ഈ ഡിലേ എന്ന് പറയുന്നത് ഒരു T സ്റ്റേറ്റ് ആയിരിക്കും. ഈ ഡിലേ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ.
ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കോൺസിക്യൂട്ടീവ് കൺട്രോൾ സിഗ്നൽസിന്റെ ഇടയിൽ, സേ C1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനിടയിൽ എന്ത് ചെയ്യും, നമ്മളൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ട് ഇൻസേർട്ട് ചെയ്യും, വിച്ച് ഇസ് ദ ഡിലേ എലമെന്റ്. ദെൻ നമ്മുടെ C2 ആയിരിക്കും സെക്കൻഡ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ആവും. ആക്ച്വലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് വരും, ഈ ഫ്ലോ ചാർട്ടിനകത്ത് നമുക്ക് ഓരോ മൈക്രോ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഓരോ ഡിലേ എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബേസിക്കലി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യില്ലേ, ഒരുപാട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് വേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ ഡിലേ എലമെന്റ്സ് എത്ര തന്നെ എണ്ണം ഉണ്ടായാലും അതിൽ ഒരെണ്ണം മാത്രമേ അറ്റ് എ ടൈം ആക്റ്റീവ് ആയിരിക്കുള്ളൂ. ഇങ്ങനെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു ഡിലേ എലമെന്റ് മാത്രം ആക്റ്റീവ് ആവുന്നതിനെയാണ് നമ്മൾ വൺ ഹോട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് രണ്ടോ അതിലധികമോ പാർട്സ് വരികയാണെങ്കിൽ നമ്മൾ ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനെ കമ്പൈൻ ചെയ്യുന്നത് കേട്ടോ. ഈ കൺട്രോൾ സിഗ്നൽസിനെ കമ്പൈൻ ചെയ്യുന്നത് ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിസിഷൻ ബോക്സ് ഉണ്ടല്ലോ, യെസ് ഓർ നോ വരുന്ന കേസിൽ, കാരണം ഇത് ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് വരികയാണെങ്കിൽ ഓർ ഗേറ്റും, ഡിസിഷൻ വരുവാണെങ്കിൽ അതായത് ഡയമണ്ട് ഡിസിഷൻ ബോക്സ് വരുന്ന കേസിൽ നമ്മൾ 2 കോംപ്ലിമെന്റിങ് ആൻഡ് ഗേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോംപ്ലിമെന്റിങ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും, ഇത് രണ്ടും നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ആൻഡ് ഗേറ്റിലോട്ട് എക്സ് ഡാഷും കൊടുക്കും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ കൺട്രോൾ സിഗ്നൽ C3 C4 റെസ്പെക്റ്റീവ്ലി. ഡിസിഷൻ ബോക്സ് ആണ് യെസ് ഓർ നോ. ഓക്കെ, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണേ. ഡിലേ എലമെന്റ് മെത്തേഡിനകത്ത് നമ്മൾ ഡിസിഷൻ ബോക്സ് ആയിട്ട് കോംപ്ലിമെന്റഡ് ആൻഡ് ഗേറ്റ്സും, അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് വി യൂസ് ഓർ ഗേറ്റ്സ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം ഈ ടേബിൾ മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. സർക്യൂട്ട് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ എണ്ണം അത് കൂടുന്തോറും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല എന്താ, നമുക്കറിയാം ഇത്ര അധികം ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടുണ്ടായാലും എന്താണ്, അറ്റ് എ ടൈം ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ ആക്റ്റീവ് ആയി ഇരിക്കാൻ പോകുന്നുള്ളൂ. സോ ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ആൻ ഇൻഎഫിഷ്യന്റ് മെത്തേഡ്. So to overcome this, another method has come into picture, which is sequence counter method. ശരിക്കും ഈ ഒരു ഫ്ലോ ചാർട്ടിന്റെ ഒരു ലോജിക്കൽ അപ്രോച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് കൺട്രോൾ യൂണിറ്റിന്റെ ബിഹേവിയർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുക. ദെൻ അതിനെ ആ ഫ്ലോ ചാർട്ടിനെ നമ്മളൊരു സർക്യൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും യൂസ് ചെയ്തിട്ടുള്ള സെയിം പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു ഡിലേ ഓഫ് 1 T സ്റ്റേറ്റ് എല്ലാ കോൺസിക്യൂട്ടീവ് കൺട്രോൾ സിഗ്നൽസിന്റെ ഇടയിലും വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട്, അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ചാല്, ഒരു മോഡ് കെ കൗണ്ടറും 1/k ഡീകോഡറും എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ഈ കൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അത് ക്ലോക്ക് ഒരു ആൻഡ് ഗേറ്റ് വഴിയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓരോ കൗണ്ട് വരുമ്പോഴും ഈ കൗണ്ടർ ഓരോ പ്രാവശ്യവും കൗണ്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, ഒരു ടി സ്റ്റേറ്റ് ജനറേറ്റ് ആവും. ആ രീതിയിലാണ് നമ്മൾ ആൻഡ് ഗേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഗേറ്റ് വഴിയാണ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓരോ ടി സ്റ്റേറ്റിന് ശേഷം എന്ത് ചെയ്യും, ഓരോ കൗണ്ട് ജനറേറ്റ് ആയിട്ട് വരും. ഈ കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ആയിരിക്കും നമ്മൾ ഡീകോഡറിലോട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾ കൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് ട്രിഗേഴ്സ് ദ ജനറേഷൻ ഓഫ് k കൺട്രോൾ സിഗ്നൽസ് ഈച്ച് ആഫ്റ്റർ എ ഡിലേ ഓഫ് 1 T സ്റ്റേറ്റ്. ഇൻസ്ട്രക്ഷൻ എൻഡ് ചെയ്യുമ്പോൾ കൗണ്ടർ റീസെറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബിഗിൻ ഫ്രം ദ ഫസ്റ്റ് കൗണ്ട്. അതായത് സീക്വൻസ് കൗണ്ടർ മെത്തേഡിനകത്ത്, അതായത് 3 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ.
3 ടൈപ്സ് ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ടേബിൾ മെത്തേഡ്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ശരിക്കും പഠിച്ചിരിക്കേണ്ടതില്ല, എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇമേജ് കാണിച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാത്തത്. നമ്മൾ സ്റ്റേറ്റ് ടേബിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടേബിൾ യൂസ് ചെയ്യും, അതിലെ റോസ് ടി സ്റ്റേറ്റ്സും കോളംസ് ഇൻസ്ട്രക്ഷൻസും വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഇന്റർസെക്ഷനിലായിരിക്കും നമ്മൾ കൺട്രോൾ സിഗ്നൽസ് റെപ്രസെന്റ് ചെയ്യും. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. ഇനി ഇതിന്റെ കുറച്ച് ഡ്രോബാക്സ് കാരണമാണ് ഡിലേ എലമെന്റ് മെത്തേഡ് വന്നത്. ഡിലേ എലമെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിലേ എലമെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോൺസിക്യൂട്ടീവ് കൺട്രോൾ സിഗ്നൽസിന്റെ ഇടയിലും നമ്മൾ പ്ലേസ് ചെയ്യും. അത് എന്ന് പറയുന്നത് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ടിനകത്ത് സപ്പോസ് ഒരു മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് വരികയാണെങ്കിൽ ഓർ ഗേറ്റ് യൂസ് ചെയ്യും. In case of decision box we use AND gates. അതും കോംപ്ലിമെന്റഡ് AND gates ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഇതിന്റെ ഡ്രോബാക്സ് കാരണം വന്നതാണ് സീക്വൻസ് കൗണ്ടർ മെത്തേഡ്. ഇതിനകത്ത് ഫ്ലോ ചാർട്ട് മെത്തേഡ് തന്നെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സർക്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. അതായത് ഒരു കൗണ്ടറും മോഡ് കെ കൗണ്ടറും 1/k ഡീകോഡറും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുവഴി നമുക്ക് ടു മെനി ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹാർഡ്വയർഡ് കൺട്രോൾ യൂണിറ്റ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചാലും ഈ സർക്യൂട്ട്സ് മോർ ആൻഡ് മോർ കോംപ്ലക്സ് ആണ്, ഡീബഗ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. അതായത് സോഫ്റ്റ്വെയർ ആണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിലെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കൺട്രോൾ മെമ്മറി ഉണ്ടായിരിക്കും. ഈ കൺട്രോൾ മെമ്മറിക്ക് അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ശരിക്കും ഈ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് പെർമനന്റ് മെമ്മറിയാണ്, വിച്ച് ഇസ് റോം. ഓക്കെ, ഇനി മൈക്രോ പ്രോഗ്രാം എന്താണെന്ന് നമുക്കറിയാം. എന്തോന്നാണ്, സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് കൺട്രോൾ വേർഡ്. ആ കൺട്രോൾ വേർഡിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അതിനകത്ത് ഒരു ബ്രാഞ്ച് കണ്ടീഷൻ കാണും. അതായത് നമ്പർ ഓഫ് ബ്രാഞ്ച് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ദെൻ ഫ്ലാഗ്സ്, ഫ്ലാഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ദെൻ കൺട്രോൾ ഫീൽഡ്, കൺട്രോൾ സിഗ്നൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺട്രോൾ സിഗ്നല് നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും, ഡീകോഡഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാം. ഡീകോഡഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ 1 bit per കൺട്രോൾ സിഗ്നൽ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻകോഡഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാം. എൻകോഡഡ് ഫോർമാറ്റിലാവുമ്പോൾ n കൺട്രോൾ സിഗ്നൽസ് ഉണ്ടെങ്കിലേ ഇറ്റ് റിക്വയേഴ്സ് log n to the base 2 signals. ഈ ഡീകോഡഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടൽ കൺട്രോൾ വേർഡ് എന്നാണ് പറയാ. ഓക്കെ, ഇൻ കേസ് ഓഫ് എൻകോഡഡ് ഫോർമാറ്റ് വി സേ ഇറ്റ് ആസ് വെർട്ടിക്കൽ കൺട്രോൾ വേർഡ്. ഓക്കെ, ഇനി വേറെ ഒരു സെല്ലൂടെ വരുന്നുണ്ട്, കൺട്രോൾ മെമ്മറി അഡ്രസ്. അതായത് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ, അതിന്റെ അഡ്രസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കൺട്രോൾ മെമ്മറി അഡ്രസ്സിൽ. അതായത് കൺട്രോൾ മെമ്മറി അഡ്രസ് എന്ന് പറയുമ്പോൾ കൺട്രോൾ വേർഡ് അഡ്രസ്, നെക്സ്റ്റ് അഡ്രസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയും കൺട്രോൾ സിഗ്നൽസിനെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഹാർഡ്വയർഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ലോലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് കേട്ടോ. പക്ഷെ കമ്പാരിറ്റീവ്ലി കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് സ്ലോ ആയിരിക്കും. ഇനി ടൈപ്പ് ഓഫ് കൺട്രോൾ വേർഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ യൂണിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഹൊറിസോണ്ടൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും. ഹൊറിസോണ്ടൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് കൺട്രോൾ സിഗ്നൽസ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡീകോഡഡ് ബൈനറി ഫോർമാറ്റിലായിരിക്കും. അതും 1 bit per കൺട്രോൾ സിഗ്നൽ അങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം.
ഇത് ലോങ്ങർ കൺട്രോൾ വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പാരലൽ പ്രോസസ്സിങ്ങിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹൈ ഡിഗ്രി ഓഫ് പാരലൽസ് ആണ് ഇതിനകത്ത്. ഓക്കെ, സപ്പോസ് ഇഫ് ഡിഗ്രി ഈസ് n, അങ്ങനെയാണെങ്കിൽ n കൺട്രോൾ സിഗ്നൽസ് ആർ എനേബിൾഡ് അറ്റ് എ ടൈം. അത് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ഹാർഡ്വെയർ ഇതിന് ആവശ്യമില്ല. നേരത്തെ നമ്മൾ ഡീകോഡർ യൂസ് ചെയ്തല്ലോ. സോ അഡീഷണൽ ഹാർഡ്വെയർ ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദിസ് ആൻഡ് ദിസ് ഈസ് ഫാസ്റ്റർ ദാൻ വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ഇനി വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നോക്കാം. ഇതിനകത്ത് കൺട്രോൾ സിഗ്നൽസ് എങ്ങനെയാണ്? ഒരു എൻകോഡഡ് ബൈനറി ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു n കൺട്രോൾ സിഗ്നൽസ് ഉണ്ടെങ്കിൽ ലോഗ് n ടു ദ ബേസ് 2 ബിറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഷോർട്ടർ കൺട്രോൾ വേർഡിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു ഇതിനകത്ത് ലോങ്ങർ കൺട്രോൾ വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഷോർട്ടർ കൺട്രോൾ വേർഡെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് കമ്പാരിറ്റീവ്ലി. പുതിയ കൺട്രോൾ സിഗ്നൽസ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത്. ഇനി പാരലലിസത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലോ ഡിഗ്രി ഓഫ് പാരലിസം ആയിരിക്കും. അതായത് ഡിഗ്രി ഓഫ് പാരലിസം ഇസ് ഈദർ 1 or 0 എന്ന് തന്നെ പറയാം. ഇതിനകത്ത് അഡീഷണൽ ഹാർഡ്വെയർ വേണം, ഡീകോഡേഴ്സ് വേണം. എന്തിന്? ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്തുകൊണ്ട് ഇതിൽ ഡീകോഡർ വേണമെന്ന് പറയാൻ കാരണം ഇതിനകത്ത് സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എൻകോഡഡ് ബൈനറി ഫോർമാറ്റ്സിലാണ്. ഓക്കെ, സോ വി നീഡ് ഡീകോഡേഴ്സ് ഹിയർ to generate control signals. So this implies that this is lower than what? Horizontal microprogrammed control unit. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ പറയാം. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സി ദ അസെൻഡിങ് ഓർഡർ ഓഫ് കൺട്രോൾ യൂണിറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ആണ് പറയുന്നത്. വെർട്ടിക്കൽ അസെൻഡിങ് ഓർഡർ ആണ് പറയുന്നത് കേട്ടോ. അസെൻഡിങ് ഓർഡർ ഓഫ് കൺട്രോൾ യൂണിറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. വെർട്ടിക്കൽ ലെസ് ദാൻ, ഹൊറിസോണ്ടൽ ലെസ് ദാൻ ഹാർഡ് വയേർഡ്. അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് ഹാർഡ് വയേർഡ് ആണ്, അതിനേക്കാൾ സ്ലോ ആണ് ഹൊറിസോണ്ടൽ, അതിനേക്കാൾ സ്ലോ ആണ് വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇനി അസെൻഡിങ് ഓർഡർ ഓഫ് കൺട്രോൾ യൂണിറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫ്ലെക്സിബിലിറ്റി. ഹാർഡ് വയേർഡ് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഏതിനേക്കാ? ഹൊറിസോണ്ടലിനേക്കാളും. ഈ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ലെസ് ഫ്ലെക്സിബിൾ ദാൻ വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനാണ് ഹയസ്റ്റ് സ്പീഡ് വരുന്നത്. ഏത്? ഹാർഡ് വയേർഡ്. ഇനി ഫ്ലെക്സിബിലിറ്റി ഹയസ്റ്റ് വരുന്നത് വെർട്ടിക്കലിനാണ്. ഓർത്തു വെക്കുക. ഒരു പോയിന്റ് കൂടെ പറയാണ്, ഹാർഡ് വയേർഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഇംപ്ലിമെന്റഡ് ഇൻ റിസ്ക് പ്രോസസ്സേഴ്സ്. എന്താണ് റിസ്ക്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അതിനകത്ത് നമ്മൾ ഹാർഡ് വയേർഡ് കൺട്രോൾ യൂണിറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഏതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സിസ്കിനകത്ത്. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഈ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിന്റെ ഫുൾ ഫോം നേരത്തെ ഒരു ലെക്ചർ പോളി IT-ക്ക് അകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. സോ ഇങ്ങനത്തെ ഫുൾ ഫോംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച്, അതിന്റെ ടൈപ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഐഡിയ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.